ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് വീഡിയോ ആണ്. ഈദ് മുബാറക്കിന് ഞാൻ എടുത്തൊരു വീഡിയോ ആട്ടോ ഇത്. അന്ന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് വെറ്റ് വൈപ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലിപ് ബാം ഇട്ട് കൊടുക്കുക. ലാനേജിൻ്റെ ലിപ് ബാം ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ലിപ് ബാം നമ്മുടെ ലിപ്പ് നന്നായിട്ട് മോയ്സ്ചറാക്കി വെക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ് ബാം ആട്ടോ. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് പ്രെപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലെൻസിങ് കഴിഞ്ഞിട്ട് ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫിൽമിൻ്റെ ടീ ട്രീ പ്യൂരിഫൈ ടോണർ ആട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഫുൾ ഡേ ഫേസ് നന്നായിട്ട് ഫ്രഷ് ആയിരിക്കാനായിട്ട് ടോണർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓരോ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴും കുറച്ച് സമയം എടുത്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. CTM പ്രോസസ്സിലെ C കഴിഞ്ഞു, T കഴിഞ്ഞു, ഇനി M ആണ് മോയ്സ്ചറൈസിങ്. എംബ്രിയോ ലീസ് ലൈറ്റ് കോൺസെൻട്രേറ്റ് എന്നാണ് ഈ ഒരു ക്രീമിന്റെ പേര്. മൾട്ടി പർപ്പസ് യൂസ് ആട്ടോ ഈ ഒരു മോയ്സ്ചറൈസറിന്. പ്രൈമറായിട്ട് യൂസ് ചെയ്യാം, മോയ്സ്ചറൈസറായിട്ടും യൂസ് ചെയ്യാം. പിന്നെ മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യാനായിട്ടും ഇത് യൂസ് ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രൈമറിന് പകരമായിട്ട് നമുക്ക് ഇത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ അഡീഷണൽ പ്രൈമറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർഷ് ബോക്സിന്റെ ഫോട്ടോ ഫിനിഷ് പ്രൈമർ ആട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പോഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്തിട്ടുള്ള ഒരു അപ്പിയറൻസ് നമുക്ക് കിട്ടും. പിന്നെ നല്ല സ്മൂത്ത് ആക്കാനും ഈവൻ ക്യാൻവാസ് ആക്കാനും മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാണ്. ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ ഒരു PSCയുടെ സൂപ്പർ ബ്രോ ക്രീമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഒരു നാച്ചുറൽ ഫിനിഷിങ് നമുക്ക് ഈ ഒരു ക്രീം കൊണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതിനുശേഷം ഐഷാഡോ അപ്ലൈ ചെയ്യാം. അതിന് മുൻപേ മിലാനിയുടെ ഈ ഒരു ഐ പ്രൈമർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ കറക്റ്റിംഗ് ഒക്കെ ചെയ്യാം. ഫോർവറിൻ്റെ ഈ ഒരു പാലറ്റിൽ നിന്ന് ഈ ഒരു ഫെയർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഫെയർ കളറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എടുത്ത് കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂട്ടത്തിലെ ഐബ്രോസും കൂടി ജസ്റ്റ് ഷാർപ്പാക്കാനായിട്ട് ഞാൻ ഇതേ ഫെയർ കളർ വെച്ചിട്ട് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൗഡർ സെറ്റ് ചെയ്ത് ലൈൻസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഐഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. വൈൻ കളർ ഐഷാഡോ ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഐ ലിഡിലായിട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇട്ട ഷെയ്ഡിനെക്കാട്ടും കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ വീൽ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്ലിറ്ററിങ് ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് കളർ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് അപ്പർ ലാഷ് ലൈനിൽ ജസ്റ്റ് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഫോർവറിൻ്റെ ഈ ഒരു പാലറ്റിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിനിടയിലും പിന്നെ നമ്മുടെ കവിളിലും എവിടെയൊക്കെയാണ് ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനും ഒക്കെ ഉള്ളത് അവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഹൈഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് സ്പോഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ടൈമിൽ നമ്മൾ ഐഷാഡോ ഇട്ട സമയത്ത് പുറത്തോട്ടൊക്കെ കുറച്ച് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ലൈൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. കളർ കറക്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ചിലർ നേരിട്ട് തന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പൗഡർ സെറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് മാക്സിമം പൗഡർ സെറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. എൻ്റെ ഒരു കറക്റ്റ് ഷെയ്ഡ് ഫൗണ്ടേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ PSCയുടെ ഈ ഒരു 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. മിക്സ് ചെയ്ത് കറക്റ്റ് ഷെയ്ഡ് കണ്ടുപിടിച്ചതിന് ശേഷം അപ്ലൈ ചെയ്ത് ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു മാറ്റ് ഫിനിഷാണ് വേണ്ടതെങ്കിൽ ബനാന പൗഡർ വെച്ചിട്ട് നിങ്ങൾക്ക് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ തന്നെ കോണ്ടോർ ചെയ്ത് കൊടുക്കാം. നോസും ചീക്കും ചിന്നും ഒക്കെ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫെയർ കളർ എടുത്തിട്ട് ഞാൻ ഹൈലൈറ്റും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്ലഷ് ഇടേണ്ട സ്ഥലത്ത് ഞാൻ കുറച്ച് പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പൗഡർ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബനാന പൗഡർ വെച്ചിട്ട് ബ്ലഷ് ഇടുന്ന ഭാഗത്തൊക്കെ കുറച്ച് പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം റെവല്യൂഷൻ്റെ ഈ ഒരു ബ്ലഷും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഈദ് മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലഷ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോസിലും ചീക്കിലും താടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. റെവല്യൂഷൻ്റെ ഈ ഒരു പാലറ്റ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് കൈകൊണ്ടാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചീക്ക് ബോണിലും ബ്രോ ഹൈലൈറ്റിലും നോസിലും ഐയുടെ ഇന്നർ കോർണറിലുമായിട്ട് ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുൻപായിട്ട് ലിപ് ലൈനർ വെച്ചിട്ട് ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി രസം ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡ് ഇട്ടിട്ട് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് ഇട്ട് കൊടുത്തു. ഓൾറെഡി ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്സിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു മേക്കപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.